അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ് അടുത്ത പറയാൻ പോകുന്നത്. നമ്മൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് maintain sufficient stock of raw material in period of short supply and anticipate price changes. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമായ ഒരു സൈറ്റിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വിത്തിൻ ആ പീരീഡിനുള്ളിൽ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് അതായത് റോ മെറ്റീരിയൽസിൻ്റെ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ലെ റിസോഴ്സസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അതായത് പിന്നെ ഫ്യൂച്ചറിൽ അതിനുണ്ടാകുന്ന പ്രൈസ് ചേഞ്ചസ് എന്തൊക്കെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പിന്നെ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആക്കുക എന്നാണ്. അതിൻ്റെ സ്റ്റോക്ക് അവിടെ ഉണ്ടാക്കുക, സഫിഷ്യൻറ്റ് സ്റ്റോക്ക് അവിടെ അവൈലബിൾ ആക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കൺട്രോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻട്രീസ് ആൻഡ് കീപ്പ് ഇറ്റ് അറ്റ് എൻ ഒപ്റ്റിമം ലെവൽ. അതായത് ഇൻവെൻട്രീസ് എന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽസ് അതിന് നമ്മൾ പിന്നെ ചിലവഴിക്കുന്ന പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻവെൻട്രീസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ കുറേ പൈസ ചിലവഴിക്കുക. റോ മെറ്റീരിയൽസ് 50% ഓഫ് പ്രൊജക്റ്റ് നമ്മൾ ഇൻവെൻട്രീസ് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. റോ മെറ്റീരിയൽസിന് വേണ്ടി റോ മെറ്റീരിയൽസ് എല്ലാം വരാം. ഇൻവെൻട്രീസ് എന്ന് പറയുമ്പോൾ എല്ലാ ഗുഡ്സും എക്യുപ്മെൻറ്റ്സും ഒക്കെ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. അതൊരു ഒപ്റ്റിമം ലെവലിലാക്കുക, അതായത് മിനിമം ലെവൽ നമ്മൾ വിത്തിൻ ദ പ്രൊജക്റ്റിനുള്ളിൽ ഒരു മിനിമം ഒപ്റ്റിമം ലെവലിനുള്ളിൽ ആ റോ മെറ്റീരിയൽസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, അതായത് അതാണ് മെയിനായിട്ട് ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ഇൻവെൻട്രി എഗെയിൻസ്റ്റ് ഡിറ്റീറിയേഷൻ, ഒബ്സോളസൻസ് ആൻഡ് അൺഓതറൈസ്ഡ് യൂസ്. അതായത് ഇൻവെൻട്രീസിന് ഡിറ്റീറിയേഷൻ, അതിന് ഡാമേജ് സംഭവിക്കുന്നതിൽ നിന്ന് ഇൻവെൻട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഒബ്സോളസൻസ് ആൻഡ് അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് യൂസ്, അതിനകത്ത് നിന്നൊക്കെ ഈ ഇൻവെൻട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിം. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി കൺട്രോളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഷോർട്ട് ടേമിൽ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ദ പ്ലാനിങ്, പ്രൊക്യൂറിംഗ്, ഹാൻഡ്ലിംഗ്, സ്റ്റോക്ക് ആൻഡ് വേസ്റ്റ് കൺട്രോൾ ആൻഡ് ലോജിസ്റ്റിക്സ് സറൗണ്ടിങ് മെറ്റീരിയൽ ഓൺ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. A good material management environment enable proper materials handling on construction site. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, അതിൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം, പ്രൊക്യൂർമെൻറ്റ് ഉണ്ടായിരിക്കണം, ഹാൻഡ്ലിംഗ് ഉണ്ടായിരിക്കണം, സ്റ്റോക്ക് ആൻഡ് വേസ്റ്റ് കൺട്രോൾ ആൻഡ് ലോജിസ്റ്റിക് സറൗണ്ടിങ് മെറ്റീരിയൽ ഓൺ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. ഇതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗുഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിനെ കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്, അതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഓൺ കൺസ്ട്രക്ഷൻ സൈറ്റ്. കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള മെറ്റീരിയൽസിനെ പ്രോപ്പർലി അത് ഹാൻഡിൽ ചെയ്യുക, കറക്റ്റ് ടൈമിൽ അതിനെ പ്രൊക്യൂർ ചെയ്യുക, കറക്റ്റ് ടൈമിൽ അത് ഡെലിവർ ചെയ്യുക, കറക്റ്റ് എമൗണ്ടിൽ ഗുഡ് ക്വാളിറ്റിയിൽ ഒപ്റ്റിമം കോസ്റ്റിൽ അത് ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പ്രൊക്യൂർ ചെയ്യുക, അത് ഡെലിവർ ചെയ്യുക. അതാണ് ഒരു ഗുഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രോസസ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് മെയിൻലി 5 പ്രോസസ്സാണുള്ളത്, അതുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ടു 5 പ്രോസസ്സ്. ദീസ് പ്രോസസ്സ് ആർ മേജർലി ഫോളോഡ് ഓൺ കൺസ്ട്രക്ഷൻ സൈറ്റ്. ദേ ആർ നെയിംലി, അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് 5 പ്രോസസ്സ് ഉണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിലാണത് ഫോളോ ചെയ്യുന്നത്. എന്തൊക്കെ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. First one planning, second one procurement, third one logistic, fourth one handling and fifth one is waste control process. ഇതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ 5 പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം, ഓരോന്ന് എന്താണെന്നുള്ള കാര്യം നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താ, ദ മെറ്റീരിയൽ പ്ലാനിങ് പ്രോസസ് കവേഴ്സ് setting up and maintaining the record of each materials used in each area or job to determine the target inventory level and delivery frequency.
അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? പ്ലാനിങ് പ്രോസസ് കവർ സെറ്റിംഗ് അപ്പ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ് ഓഫ് ഈച്ച് മെറ്റീരിയൽ, അതായത് യൂസ്ഡ് ഇൻ ഈച്ച് ഏരിയ. പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുക, അതായത് റെക്കോർഡ് സെറ്റപ്പ് ചെയ്യുക, എന്നിട്ട് ആ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് നമ്മളെ സൈറ്റിൽ എത്ര മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യണം, എത്ര മെറ്റീരിയൽസ് നമുക്ക് വേണം, അത് പിന്നെ അതിൻ്റെ ഇൻവെൻട്രി ലെവൽ എത്രയാണ്, അതിൻ്റെ സ്റ്റോക്ക് എത്രയുണ്ട്, അതുപോലെ തന്നെ അത് ഏതൊക്കെ ടൈമിലാണ് നമുക്കത് ഡെലിവറി ചെയ്യേണ്ടത്, അതിൻ്റെ ഡെലിവറി ഫ്രീക്വൻസി എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യത്തിൻ്റെ ഒരു എന്താണ് വേണ്ടത്, ഒരു റെക്കോർഡ് സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് ആ റെക്കോർഡ് ത്രൂ ഔട്ട് ആ പ്രൊജക്റ്റിൻ്റെ എൻഡ് വരെ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ എൻഡ് വരെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ മെയിൻ എയിം എന്ന് പറയുന്നത് പ്ലാനിങ് പ്രോസസ്സിൽ നടക്കുന്ന പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദ മെറ്റീരിയൽ പ്ലാനിങ് പ്രോസസ് കവർ setting up and maintaining the record of each materials used in each area or job to be determined, target inventory levels and delivery frequency. എന്തിൻ്റെയൊക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഈച്ച് ഏരിയ, അതുപോലെ തന്നെ ജോബ് ടു ഡിറ്റർമൈൻ, ടാർഗറ്റ് ഇൻവെൻട്രി ലെവൽ കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡെലിവറി ഫ്രീക്വൻസിനെ റെക്കോർഡ് കീപ്പ് ചെയ്യാനാണ് പ്ലാനിങ് സ്റ്റെപ്പിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ പറയുന്നത്, എസ് എ റിസൾട്ട് ആൻഡ് എക്സലൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ദ മെറ്റീരിയൽ റെക്കോർഡ് വിൽ ഹെൽപ്പ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് അറ്റ് ദ സൈറ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് സെവറൽ പ്രോബ്ലംസ് സച്ച് ആസ് മെറ്റീരിയൽസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആൻഡ് മെറ്റീരിയൽ ദാറ്റ് ഹാവ് നോട്ട് ബി ഡെലിവേർഡ്. അതായത് ഒരു പ്രോപ്പർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, പ്രോപ്പർലി നമ്മൾ മെറ്റീരിയൽ പ്ലാനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പ്രോപ്പർലി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, it will help the flow of materials at the site in order to avoid the several problems such as material out of stock and material that have not been delivered. അതാണ് പറയുന്നത്. അതായത് ഒരു എക്സലൻറ്റ് പ്ലാനിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ മെറ്റീരിയലിൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽസ് കറക്റ്റ് ടൈമിൽ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് ഡെലിവർ ആവാതിരിക്കുകയും ചെയ്യില്ല. അതായത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ, പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് ആ മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളത് അപ്പോൾ തന്നെ നമ്മളതിനെ പ്രൊക്യൂർ ചെയ്യും, അതിന് ഓർഡർ ചെയ്യും. അപ്പോൾ മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽ ഡെലിവേർഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നവും, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നമ്മൾ സ്ലോ ആവുന്ന ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല. ഒരു പ്രോപ്പർലി എക്സലൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഒരു എക്സലൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിസൾട്ട് എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻ്റ് ആണ്. പ്രൊക്യൂർമെൻ്റ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്, പ്രൊക്യൂർമെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് പ്രോസസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൊക്യൂർമെൻറ്റ് ഈസ് അബൌട്ട് ഓർഗനൈസിങ് ആൻഡ് പർച്ചേസിങ് ഓഫ് മെറ്റീരിയൽ, organizing and purchasing of materials and issuing delivery schedule to suppliers and following up to make sure that suppliers deliver on time. പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളതിന് പർച്ചേസ് ചെയ്യുക, മെറ്റീരിയൽസിന് പർച്ചേസിങ് ഓഫ് ദ മെറ്റീരിയൽസിനാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡെലിവറി ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് സപ്ലയർക്ക് കൊടുക്കുക, എന്നിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുക. അതായത് അവർ കറക്റ്റ് ടൈമിൽ ആ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നുണ്ടോ, അത് ഡെലിവറി ചെയ്യുന്നുണ്ടോ, എത്ര എമൗണ്ടാണ്, എത്ര ക്വാളിറ്റിയാണ് അവർ ഡെലിവറി ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി അത്ര ക്വാണ്ടിറ്റിയാണ് ഡെലിവറി ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ പൈസ എങ്ങനെയാണ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ഡെലിവറി ഷെഡ്യൂൾ സപ്ലൈസിന് കൊടുക്കുക, എന്നിട്ടത് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് വരെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്ന് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെറ്റീരിയൽസിൻ്റെ പർച്ചേസിങ്, അത് തന്നെയാണ് പിന്നെ മെയിനായിട്ട് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രൊക്യൂർമെൻറ്റ് ഈസ് അബൌട്ട് ഓർഗനൈസിങ് ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്.
സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈസ് ടു പ്രൊവൈഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് at the right time and place and at an agreed budget. അതാണ് പറയുന്നത്. അതായത് മെയിൻ എയിം ഓഫ് പ്രൊക്യൂറിങ് മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് മെറ്റീരിയൽ റൈറ്റ് ടൈമിൽ, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ഡെലിവർ ചെയ്യുക. അതുപോലെ തന്നെ എഗ്രീഡ് ബഡ്ജറ്റ്, എത്ര വേണോ അവർക്ക് ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് ആ വിത്തിൻ ദ ബഡ്ജറ്റിനുള്ളിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ക്വാളിറ്റി മെറ്റീരിയൽ ഡെലിവർ ചെയ്യുകയാണ് ആ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിൻ്റെ എയിം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ദ ഫെയിലിയർ ഇൻ ദ പർച്ചേസിങ് പ്രോസസ് ഓർ ഇൻ ഓവർസീയിങ് ആൻഡ് ഓർഗനൈസിങ് ദ ബൈയിങ് ഫങ്ഷൻസ് കുഡ് റിസൾട്ട് ഇൻ. അതായത് പർച്ചേസിങ് പ്രോസസ്സിൻ്റെ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഓവർ ഓർഡറിങ് ഓഫ് മെറ്റീരിയൽ, അതായത് നമ്മൾ കറക്റ്റ് എത്രയാണ് എമൗണ്ടാണ് മെറ്റീരിയൽ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉള്ളത്, എത്ര എമൗണ്ട് നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ നോക്കാതെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഓവർ ഓർഡറിങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും? വേസ്റ്റേജ് പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് ആവശ്യമില്ലാതെ എമൗണ്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ അത്രയും എമൗണ്ട് ആ സമയത്ത് ആ മെറ്റീരിയൽ വേണ്ടെങ്കിൽ അത് ഓവർ ഓർഡറിങ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേസ്റ്റായി പോകും ആ മെറ്റീരിയൽ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെന്താ? ഓവർ പേയ്മെൻറ്റ് ഫോർ മെറ്റീരിയൽ, ദാറ്റ് ഈസ് അതിനെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പ്രോബ്ലം എന്ന് പറയും. അതായത് കറക്റ്റ് കുറേ സപ്ലൈസ് ഉണ്ടാവുമല്ലോ നമുക്ക് മെറ്റീരിയൽ തരാൻ വേണ്ടി. അപ്പോൾ ആരാണ് ഏറ്റവും ലോവർ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ലോവർ പ്രൈസിൽ തരുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർ ആരാന്ന് നമ്മൾ ചെക്ക് ചെയ്യാതെ നമ്മൾ ഓവർ പേയ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താവും? നമ്മളെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കില്ല ആ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ അതും ഒരു ഫെയിലിയറാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് ബെനിഫിറ്റ് എന്ന് പറയുമ്പം ലാക്ക് ഓഫ് സ്കിൽഡ് നെഗോഷിയേഷൻ പ്രൊസീജിയർ. അതായത് നമുക്കിപ്പം ആ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിൻ്റെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ നമ്മൾ പിന്നെ നമുക്കിപ്പോൾ അവർ അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഉണ്ടാവില്ല. അപ്പോൾ അതെന്തുണ്ടാവും? നമ്മളെ ബെനിഫിറ്റ് നമുക്ക് ലോസ് ഉണ്ടാക്കും. അതാണ് പറയുന്നത്. പിന്നെ അടുത്തത് ലാക്ക് ഓഫ് നോളജ്. വെൻ ആൻഡ് വേർ ദ ബെസ്റ്റ് സർവീസ് സോഴ്സ് മൈറ്റ് ബി അവൈലബിൾ അറ്റ് എനി പെർട്ടിക്കുലർ ടൈം. ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എവിടെയാണ് ബെസ്റ്റ് സർവീസ് ഉണ്ടാവുക അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ആ ബെസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് അറിവില്ലെങ്കിൽ, ലാക്ക് ഓഫ് നോളജ് ഉണ്ടെങ്കിൽ അത് നമ്മളെ മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നതിന് ഡിഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നതിന് എഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഫെയിലിയർ ഓഫ് പർച്ചേസിങ് പ്രോസസ്സ് അല്ലെ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിൻ്റെ ഫെയിലിയർ കൊണ്ടുണ്ടാകുന്ന എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഒന്ന് ഓവർ ഓർഡറിങ് ഉണ്ടാവും, പിന്നെ ഓവർ പേയ്മെൻറ്റ്, ലോസ് ഓഫ് ബെനിഫിറ്റ് ആൻഡ് ലാക്ക് ഓഫ് നോളജ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ബിഗിൻസ് വിത്ത് ഡിഫൈനിങ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ പ്രൊജക്റ്റ്, followed by the selection of suppliers or contractors and end with the delivery of materials at the destination. അതാണ് പറയുന്നത്. അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ബിഗിൻ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അല്ലെ പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ് അല്ലെ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അത് മെറ്റീരിയൽസ് ആരാണ് ആ മെറ്റീരിയൽ സപ്ലൈസിനെ അല്ലെങ്കിൽ സബ് കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കും. പിന്നെ അത് ഫോളോ ചെയ്യും. പിന്നെ അതിന് ശേഷം എന്താണ് അതെവിടെ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ കറക്റ്റ് ആ പ്ലേസിൽ ആ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ മെറ്റീരിയൽ ഡെലിവറി ചെയ്യുമ്പോഴാണ് ആ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സിൻ്റെ അകത്ത് പഠിക്കാനുള്ള സെക്കൻഡ് സ്റ്റെപ്പിൽ. തേർഡ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ലോജിസ്റ്റിക് എന്ന് വെച്ചാൽ the primary focus of the logistic concept in construction project is to improve coordination and communication between project participation,
during the design and construction phase. Okay, particularly in the material flow control process. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്കിൽ നമുക്ക് എന്തൊക്കെ മെയിനായിട്ട് രണ്ട് ആൾക്കാർ അല്ലെ രണ്ട് വിങ്സാണ് ഉണ്ടാവുക. ഒന്ന് ഡിസൈൻ വിങ്സും പിന്നെ ഒന്ന് കൺസ്ട്രക്ഷൻ വിങ്സും. ഡിസൈൻ വിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസൈൻ വിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിൻ്റെ നമുക്ക് എന്താണ് നമ്മൾ പ്രൊജക്റ്റ് നോക്കിയിട്ട് ആ പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്സ്, ഇപ്പോൾ ഒരു പിന്നെ ബ്രിഡ്ജിൻ്റെ വർക്കാണെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കുക, എന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് വിങ്. അതായത് എത്ര റീൻഫോഴ്സ്മെൻറ്റ് വേണമെന്നൊക്കെ ഡിസൈൻ ചെയ്യുക. അതാണ് ഡിസൈൻ വിങ് ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ഷൻ വിങ് എന്ന് വെച്ചാൽ അത് കൺസ്ട്രക്ട് ചെയ്യുക. അവർ ഡിസൈൻ ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക, എത്ര റീൻഫോഴ്സ്മെൻറ്റ് കമ്പിയൊക്കെ എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് കൺസ്ട്രക്ഷൻ വിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്, ഈ കൺസ്ട്രക്ഷൻ വിങ്ങും ഡിസൈൻ വിങ്ങും, അതായത് ഡിസൈൻ ഫേസും കൺസ്ട്രക്ഷൻ ഫേസിലുള്ള ആൾക്കാർ തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അവർ തമ്മിലൊരു ഗുഡ് കോർഡിനേഷനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമ്മൾ ആ പ്രോജക്റ്റ് നമുക്ക് നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് പിന്നെ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോജിസ്റ്റിക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദ ലോജിസ്റ്റിക് കോൺസെപ്റ്റ് ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് is to improve coordination and communication between the project participation during the design and construction phase. Construction phase-ലും ഡിസൈൻ ഫേസിലുള്ള ആൾക്കാർ തമ്മിൽ കോർഡിനേഷനും അതുപോലെ തന്നെ അവർ തമ്മിലെ കമ്മ്യൂണിക്കേഷനും ഇംപ്രൂവ് ചെയ്യിക്കുക. അതാണ് ഈ ലോജിസ്റ്റിക് ഫേസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. And second എന്ന് പറയുന്നത് എന്താ, the factors that should be taken into consideration during the logistic process for effective material management include എന്താണ്, optimum forecasting of the material movement and planning of access and routing of material within a construction site. ഇതിൻ്റെ ലോജിസ്റ്റിക് പ്രോസസ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എത്രയാണ് മെറ്റീരിയൽ വേണ്ടതെന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഒപ്റ്റിമം ലെവൽ ഫോർകാസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അതെങ്ങനെ എത്തിക്കും എന്നുള്ളതിനും അതിൻ്റെ റൂട്ട് അതെങ്ങനെയാണ് ഡെലിവർ ചെയ്യുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ, ഏത് രീതിയിൽ അത് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ഒരു പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെന്താണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എ പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം can achieve the timely flow of materials and equipment to the job site and thus facilitate improved workplace planning, increased labor productivity, better schedule and lower project cost. അതായത് ഒരു പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അതുകൊണ്ട് നമുക്ക് എന്താ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, ടൈംലി ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ മെറ്റീരിയൽസും എക്യുപ്മെൻറ്റ്സ് ടു ദ ജോബ് സൈറ്റും, അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് വർക്ക് ഫേസ് പ്ലാനിങ്ങും, പിന്നെ എന്താണ് ഇൻക്രീസ്ഡ് ലേബർ പ്രൊഡക്ടിവിറ്റിയും, ബെറ്റർ ഷെഡ്യൂൾ ആൻഡ് ലോവർ അതെല്ലാം കൂടി എൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ലോവർ പ്രോജക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോപ്പർ മെറ്റീരിയൽ മാനേജ്മെൻറ്റിനെ അതിന് കൊണ്ടുവരുന്ന എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞത്, ഹാൻഡ്ലിംഗ് ദിസ് ഇൻക്ലൂഡ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറിങ് ഓഫ് ദ മെറ്റീരിയൽ ഇൻ സൈറ്റ്. അതായത് ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്ത മെറ്റീരിയൽസ് നമുക്ക് എന്ത് വേണം, ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം. ആ മെറ്റീരിയൽസിന് നമുക്ക് സൈറ്റിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ് ഈ ഹാൻഡ്ലിംഗ് സ്റ്റെപ്പിൽ നടക്കുന്നത്. അതായത് നമ്മൾ പ്രൊക്യൂർ ചെയ്ത മെറ്റീരിയൽസിന് സ്റ്റോർ ചെയ്യണം, വേസ്റ്റേജ് ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽസിനോട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെൽഫ് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ള സെൽഫ് ലൊക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കേസിൽ നമുക്ക് കുറേ യാർഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ പിന്നെ മെറ്റീരിയൽസ് നമ്മൾ ഓരോ യാർഡ്സിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിന് കൊറോഷൻ അല്ലെങ്കിൽ അതിന് ഡിറ്റീരിയേഷൻ സംഭവിക്കും. അപ്പോൾ റീൻഫോഴ്സ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ മഴയത്തൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അതിന് കൊറോഷൻ സംഭവിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുന്നത്, സെൽഫ് ലൊക്കേഷനിൽ ഹാൻഡിൽ ചെയ്യണം. പിന്നെന്താ വേണ്ടത്, സെക്കൻഡ് പ്രോപ്പർ ട്രെയിനിങ് ടു ദ വർക്കേഴ്സ് ഓൺ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ ഈസ് ടു ബി ഗിവൺ. അതായത് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ട് അവരെ കറക്റ്റ് ആ പ്ലേസ് എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ട പ്ലേസ് അവിടെ തന്നെ ആ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. അതിന് ലാസ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേസ്റ്റ് കൺട്രോൾ പ്രോസസ്സാണ്. എന്ന് പറഞ്ഞിരിക്കുന്നത് മെത്തേഡ് ഫോർ റീയൂസ് ഓർ റിമൂവിങ് ദ വേസ്റ്റ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ പ്ലാനിങ് സ്റ്റേജ് ഇറ്റ് സെൽഫ്. അതായത്
എക്സ്ട്രാ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻവെൻട്രീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്യാനുള്ള അതിന് എങ്ങനെ നമ്മളതിനെ റീയൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിൻ്റെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ വേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യണം ആ സൈറ്റിൽ നിന്ന്, അതിനൊക്കെയുള്ള അതിൻ്റെ മെത്തേഡ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെന്താ, സ്റ്റോറേജ് സ്പേസ് ഫോർ വേസ്റ്റ് മെറ്റീരിയൽ ഫോർ ദ ഷോർട്ട് ടൈം ഈസ് ഓൾസോ ബി പ്ലാൻഡ്. അതായത് വേസ്റ്റ് മെറ്റീരിയൽസിന് റിമൂവ് അവരെ റീയൂസ് ചെയ്യാനുള്ള മെത്തേഡും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡും വേണം. അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടൈം പീരീഡിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. സ്റ്റാർട്ടിങ് പ്രോസസ്സിൽ തന്നെ നമ്മളത് പ്ലാൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോപ്പർ വേസ്റ്റ് കൺട്രോൾ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ 5 പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ പേർപ്പസ് എന്താണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് മെറ്റീരിയൽ പ്ലാനിങ്. അതായത് എഫിഷ്യൻറ്റ് മെറ്റീരിയൽ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്താ നമ്മൾ പഠിച്ചു. അതായത് നമ്മളെ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മളെ ഇൻവെൻറ്ററീസിനോ നമ്മൾ ആവശ്യത്തിന് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ റൈറ്റ് ക്വാളിറ്റിയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടെന്നാണ് മെറ്റീരിയൽ പ്ലാനിങ്. നമുക്ക് എത്ര മെറ്റീരിയൽസ് ഏതൊക്കെ സമയത്താണ് വേണ്ടത്, ഏത് എക്യുപ്മെൻറ്റ് എപ്പോഴാണ് ആവശ്യം, എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്നുള്ളതിനൊക്കെ നമുക്ക് എഫിഷ്യൻ്റ്ലി നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്, എഫിഷ്യൻറ്റ് മെറ്റീരിയൽ പ്ലാനിങ്. അടുത്തത് ബൈയിങ് ഓർ പർച്ചേസിങ്. ബൈയിങ് ഓർ പർച്ചേസിംഗ് എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് നമുക്ക് വാങ്ങിക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വഴി എഫിഷ്യൻ്റ്ലി. പിന്നെ പ്രൊക്യൂറിങ് ഓർ റിസീവിങ്, അതായത് പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ റൈറ്റ് ടൈമിൽ നമുക്ക് റിസീവ് ചെയ്യും, നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോറിങ് ആൻഡ് ഇൻവെൻറ്ററി കൺട്രോൾ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റണം. എഫിഷ്യൻ്റ്ലി സ്റ്റോർ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഡിറ്റീറിയേഷനോ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇൻവെൻട്രീസിനെ സ്റ്റോർ ചെയ്യാനും അതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന ഇൻവെൻട്രി കൺട്രോളിങ്ങിനും അതിൻ്റെ മോണിറ്ററിങ്ങിനും അതിൻ്റെ കൺട്രോളിങ്ങിനും മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അടുത്തത് സ്റ്റോക്ക് ആൻഡ് വേസ്റ്റ് കൺട്രോൾ. അതായത് നമുക്ക് മെറ്റീരിയൽസിൻ്റെ അകത്ത് നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റിനെ നമുക്ക് എഫക്റ്റീവ്ലി വേസ്റ്റ് കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഒഴിവാക്കാനും അതുപോലെ തന്നെ സ്റ്റോക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. അടുത്തത് ക്വാളിറ്റി അഷ്യൂറൻസ്. അതിന് മുന്നേ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽസ് നമ്മളെ ഗോഡൗൺസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യാർഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവായിട്ട് നമ്മൾ പിന്നെ സൈറ്റിൽ നമുക്ക് വേണ്ട സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ക്വാളിറ്റി അഷ്യൂറൻസ്, അതായത് നമ്മൾ ഗുഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കുറേ വെഞ്ചേഴ്സിനോ അല്ലെങ്കിൽ കുറേ കോൺട്രാക്ടേഴ്സിനോ അവർക്ക് ടെൻഡർ കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റി അഷ്യൂറൻസ് നമുക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ഗുഡ് സപ്ലയർ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത് സപ്ലയർ എന്ന് പറയുന്നത് നമ്മൾ ആരാണോ നമുക്ക് മെറ്റീരിയൽസ് തരുന്നത് അവരും, കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം കോൺട്രാക്ടറാണ് ഒരാളുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതെങ്കിൽ അവർ നമ്മളെ ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ഇംപ്രൂവ്ഡ് ഡിപ്പാർട്ട്മെൻറ്റൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. അതായത് ഓവറോൾ ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് ഓവറോൾ മെറ്റീരിയൽസിനെ എഫക്റ്റീവ് അതിനെ ഇൻവെൻറ്ററീസിനെ കൺട്രോൾ ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ നമ്മൾ ഇനീഷ്യലുള്ള പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ നമ്മൾ
മെറ്റീരിയൽസ് നമ്മൾ പിന്നെ ഹൈ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ചീപ്പർ പ്രൈസിൽ ലോവർ പ്രൈസിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് പ്രൊജക്റ്റ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊജക്റ്റ് മെറ്റീരിയൽസ് നമ്മൾ റൈറ്റ് ടൈമിൽ അവൈലബിൾ ആയാലും മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ആ പ്രൊജക്റ്റ് നമുക്ക് റൈറ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് റൈറ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലാഗ് ആയി കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും. അപ്പോൾ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ്. പിന്നെ അതുപോലെ തന്നെ ടൈം സേവിങ്, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ റൈറ്റ് ടൈമിൽ മെറ്റീരിയൽ അവൈലബിൾ ആയിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം സേവിങ് ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്തായിരിക്കും, എക്കണോമി ഓഫ് ദി ടു അച്ചീവ് ദ എക്കണോമി ഇൻ പ്രൊജക്റ്റ്. അതായത് പ്രൊജക്റ്റിൽ എക്കണോമി അച്ചീവ് ചെയ്യുകയാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. The material cost content of total cost is kept at a reasonable level. അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് എന്തായിരിക്കും, റീസണബിൾ ലെവലിൽ കെപ്റ്റ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, പ്രോപ്പർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. പിന്നെന്താ, സയൻറ്റിഫിക് പർച്ചേസിങ് helps in acquiring materials at reasonable price. Acquiring materials at a reasonable price. Proper storing of material also helps in reducing their wastage. These factors help in controlling cost content of the product. അതാണ് പറയുന്നത്. അങ്ങനെയാണ് ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഒരു സയൻറ്റിഫിക് പർച്ചേസിങ് അല്ലെങ്കിൽ സയൻറ്റിഫിക് പർച്ചേസിങ് മെത്തേഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് മെറ്റീരിയൽസിന് റീസണബിൾ പ്രൈസിൽ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ വിത്തിൻ ദ ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് അതിലെ മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഇൻവെൻട്രീസിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മെറ്റീരിയൽസിന് വിത്തിൻ ദ ബഡ്ജറ്റിനുള്ളിൽ അല്ലെങ്കിൽ റീസണബിൾ പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് അത് റെഡ്യൂസ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ആ മെറ്റീരിയൽസ് നമുക്ക് പ്രോപ്പർ മെത്തേഡ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ പ്രോപ്പർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഇത് റെഡ്യൂസ് ദർ വേസ്റ്റേജ്. അപ്പോൾ എല്ലാം കൂടി എന്താണ്, ഇതെല്ലാം കൂടി വരുമ്പോൾ ഓവറോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. അതെങ്ങനെയാണെന്ന് പറയുന്നത്. സയൻറ്റിഫിക് റീസണബിൾ പ്രൈസിൽ സയൻറ്റിഫിക് പർച്ചേസിങ് നടത്തും. അതുപോലെ തന്നെ പിന്നെന്താണ്, പ്രോപ്പറായിട്ട് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വേസ്റ്റേജ് ഉണ്ടാവില്ല. അങ്ങനെ വേസ്റ്റേജ് ഇല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് കെപ്റ്റ് അണ്ടർ ചെക്ക്. സംടൈംസ് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഓൾസോ ഇൻക്രീസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബിക്കോസ് ദർ ഈസ് നോ പ്രോപ്പർ കൺട്രോൾ ഓവർ സച്ച് മെറ്റീരിയൽ. അതായത് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും നമ്മൾ ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ആ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്ന പറയുന്നത്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ചെക്ക് ചെയ്തിട്ട് അതും വിത്തിൻ ദ ടോട്ടൽ കോസ്റ്റിനുള്ളിൽ നിലനിർത്തും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ചില സമയത്ത് ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഈ ഓഫീസ് വർക്കിൻ്റെയൊക്കെ കേസിൽ ഈ ഓഫീസ് വർക്കിലൊക്കെ നമ്മൾ അതായത് ഒരു ഡിസൈൻ വിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങൾ ഡയറക്റ്റായിട്ട് പ്രൊജക്റ്റിന് എഫക്റ്റ് ചെയ്യാത്ത മെറ്റീരിയൽസാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡയറക്റ്റ് ഇതും ഇൻഡയറക്റ്റ് കോസ്റ്റും. അപ്പോൾ അതിനകത്ത് എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ അകത്ത് ഏതൊക്കെ കോസ്റ്റ് എന്ന് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽസൊക്കെ എന്താണ് വരിക, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അത് എന്താവും, ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും ചില സമയത്ത്. പക്ഷെ നമ്മൾ ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൂടി ചെക്ക് ചെയ്യും, അതിലുകൂടി കൺട്രോൾ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് പോയിന്റ്. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ് ഈസ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ബിക്കോസ് ദർ ആർ നോ ബ്രേക്ക് ഡൗൺ ഡ്യൂ ടു 'ലേറ്റ്' സപ്ലൈ ഓഫ് മെറ്റീരിയൽ. അതായത് എക്യുപ്മെൻറ്റ് ഈസ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ബിക്കോസ് ദർ ആർ നോ ബ്രേക്ക് ഡൗൺ ഡ്യൂ ടു 'ലേറ്റ്' സപ്ലൈ ഓഫ് മെറ്റീരിയൽ. 'ലേറ്റ്' സപ്ലൈ ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്, മെറ്റീരിയൽസ്
because there are no breakdown due to late supply of the material. അതായത് നമ്മൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ മെറ്റീരിയൽസ് റൈറ്റ് ടൈമിൽ നമ്മൾ പിന്നെ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവുന്നില്ല, അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കിട്ടാത്തതുകൊണ്ട് അല്ല മെറ്റീരിയൽസ് ലഭിക്കാത്തതുകൊണ്ട് ആ പ്രൊജക്റ്റിൻ്റെ ലാഗ് ചെയ്യിക്കോ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ റൈറ്റ് ടൈമിൽ പ്രൊജക്റ്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. എക്യുപ്മെൻറ്റ് നമ്മളെ കേസിലൊരു മെറ്റീരിയൽ ആണല്ലോ, ഇൻവെൻറ്ററി ആണല്ലോ. അപ്പോൾ അതിൻ്റെ കേസിൽ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ലോസ് ഓഫ് ഡയറക്റ്റ് ലേബർ ഈസ് അവോയ്ഡഡ്. ലോസ് ഓഫ് ഡയറക്റ്റ് ലേബർ ഈസ് the loss of direct labor is avoided. അതാണ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. And fifth one എന്ന് പറയുന്നത് the wastage of material at the stage of storage as well as their movement is kept under control. അതായത് മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ്, ആ മെറ്റീരിയൽ സ്റ്റോറിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും, അതായത് നമ്മൾ സൈറ്റിലേക്ക് ഒന്നുകിൽ നമുക്ക് മെറ്റീരിയൽസ് നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്ന അവിടുന്ന് നമ്മളെ യാർഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാവും. പിന്നെ ആ സ്റ്റോറേജ് സ്ഥലത്ത് നമുക്ക് നമ്മളെ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം, അപ്പോഴും മെറ്റീരിയൽ ലോസസ് ഉണ്ടാവും, വേസ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ വേസ്റ്റേജ് ഇല്ലാതെ മെറ്റീരിയൽ വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ, മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റും, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് കൊണ്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അടുത്തത് ദ സപ്ലൈ ഓഫ് മെറ്റീരിയൽ is prompt and late delivery instance are only few. അതായത് നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ സപ്ലൈ നമുക്ക് കറക്റ്റ് ടൈമിൽ മെറ്റീരിയൽസ് കിട്ടും. സപ്ലൈ അവർ കറക്റ്റ് ടൈമിൽ ചെയ്യണം. കോൺട്രാക്ടർ ആണെന്ന് വെച്ചാൽ അവർ അതിൻ്റെ ഡെലിവറി കൊണ്ട് ലേറ്റ് ഡെലിവറി കൊണ്ട് നമുക്ക് ലോസൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മളത് മാനേജ് ചെയ്യുന്നുണ്ട്. അതിന് ലേറ്റ് ഡെലിവറി കൊണ്ട് ലോസൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് അണ്ടർ കൺട്രോൾ ആസ് അണ്ടർ ആൻഡ് ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ്. അതായത് മെറ്റീരിയൽസ് എത്ര മെറ്റീരിയൽസ് അവിടെയുള്ള നമ്മൾ യാർഡിലെ മെറ്റീരിയൽസിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് എത്ര മെറ്റീരിയൽ വേണം, നമ്മൾ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്, മെറ്റീരിയൽസ് എത്ര വേണമെന്ന് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർഡർ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഓവർ മെറ്റീരിയൽ സ്റ്റോക്കോ അല്ലെങ്കിൽ അണ്ടർ മെറ്റീരിയൽ സ്റ്റോക്കോ ഉണ്ടാവില്ല. congestion in the stores and at different stages of manufacturing is avoided. അതായത് കൺജക്ഷൻ എന്ന് വെച്ചാൽ തിരക്ക്. അതായത് നമ്മൾ ഓരോ മെറ്റീരിയൽസിനും നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാർഡ്സിലാണ് നമ്മൾ മെറ്റീരിയൽ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺജക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആടെയുടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയി ഒരു മാതിരി എന്തോ പോലെയല്ലേ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുമാത്രമല്ല, പിന്നെ നമുക്ക് ഏത് സ്റ്റേജിൽ ഏത് മെറ്റീരിയലാണോ വേണ്ടത് ആ മെറ്റീരിയൽ മാത്രം നമുക്ക് ആ ടൈമിൽ യാർഡിൽ നിന്ന് സൈറ്റിലേക്ക് എടുത്താൽ മതി. അപ്പോൾ സൈറ്റിലെ കൺജക്ഷൻസ് നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് കവർ ഓൾ ആസ്പെക്ട്സ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, സപ്ലൈ ആൻഡ് യൂട്ടിലൈസേഷൻ. അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ മെറ്റീരിയൽസിൻ്റെ അതിന് പർച്ചേസ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ലോവർ കോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സപ്ലൈയും അത് യൂട്ടിലൈസ് ചെയ്യുന്നതും എല്ലാ ആസ്പെക്ട്സും ആ ടോട്ടൽ ഓവറോൾ മെറ്റീരിയലിൻ്റെ എല്ലാ ആസ്പെക്ട്സും മെറ്റീരിയൽ മാനേജ്മെൻറ്റിങ് കവർ ചെയ്തിരിക്കണം. The functional areas involved in material management usually include purchasing, production control, shipping, receiving and stores. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പർച്ചേസിങ്, പ്രൊഡക്ഷൻ കൺട്രോൾ, ഷിപ്പിംഗ്, റിസീവിങ് ആൻഡ് സ്റ്റോർ.
അപ്പോൾ അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മുതൽ അത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നവരെ അതിൻ്റെ എൻഡ് യൂസ് വരെ, അതായത് നമ്മളത് സൈറ്റിൽ നമ്മൾ ഏതാണോ കൺസ്ട്രക്ഷൻ അവിടെ നമ്മളത് യൂസ് ചെയ്യുന്നത് വരെയുള്ള അതിൻ്റെ എല്ലാ പ്രോസസ്സും എല്ലാ ആസ്പെക്ട്സും മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വിങ് ആണ് കവർ ചെയ്യേണ്ടത്, അവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽ ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോളോയിങ് ഫങ്ഷൻസ് ആർ അസൈൻഡ് ടു മെറ്റീരിയൽ മാനേജർ. എന്തൊക്കെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോൾ. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ മാനേജർ പ്രിപ്പയർ ഷെഡ്യൂൾ ഓഫ് പ്രൊഡക്ഷൻ ടു ബി ക്യാരിഡ് ഇൻ ഫ്യൂച്ചർ. The requirement of parts and materials are determined as per production schedule. Production schedules are prepared on the basis of order received or anticipated demand for goods. അതായത് ഈ പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് ഫംഗ്ഷനകത്ത് എന്താണ് വരുന്നത്? പ്രൊഡക്ഷൻ മാനേജറാണ് ഈ പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. അവരാണ് ആ ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് എത്ര മെറ്റീരിയൽസ് വേണമെന്ന് നമ്മൾ നോളജ് വെച്ചിട്ട്, ആ പ്രൊഡക്ഷൻ മാനേജറിൻ്റെ നോളജ് വെച്ചിട്ട് ഒന്നിക്കൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ നമുക്ക് എത്രയാണോ ഓർഡർ കിട്ടുന്നത്, അത് വർക്ക് കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഓർഡർ എത്രയാണെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് എത്ര മെറ്റീരിയൽ വേണം നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ അതിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിന് എന്താക്കുക, ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യും പ്രൊഡക്ഷൻ മാനേജർ. അങ്ങനെ ആ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ഷൻ നമ്മൾ എത്ര പാർട്സൊക്കെ നമുക്ക് റിക്വയർ ചെയ്യണം, എത്ര പാർട്സ് നമുക്ക് വേണം, റിക്വയർഡ് ആണ് എത്ര പാർട്സ് വേണം എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. റിക്വയർമെൻറ്റ് ഓഫ് പാർട്സ് ആൻഡ് മെറ്റീരിയൽസ് ആർ ഡിറ്റർമൈൻഡ് ആസ് പെർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. പ്രൊഡക്ഷൻ ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ്, ഏതൊക്കെ പാർട്സ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ഓർഡർ റിസീവ്ഡ് ഓർ ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സിൻ്റെ ഓർഡറോ എത്ര ഓർഡർ റിസീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളതിൻ്റെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻഷുർഡ് ദാറ്റ് എവറി ടൈപ്പ് ഓഫ് parts of material is made available so that production is carried on smoothly. പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയൽസിൻ്റെ എന്താണ് എല്ലാ പാർട്സും അതിന് വേണ്ട, ആ പ്രൊഡക്ഷന് വേണ്ട എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോൾ. അത് ചെയ്യുന്നത് പ്രൊഡക്ഷൻ മാനേജറാണ്. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ് അല്ലെങ്കിൽ ഓർഡർ റിസീവ്ഡിനനുസരിച്ച് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൊഡക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പർച്ചേസിംഗ് ആണ്. പർച്ചേസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പർച്ചേസിംഗ് എന്ന് വെച്ചാൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് purchasing department is authorized to make buying arrangements on the basis of requisition issued by other department. അതായത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിന് എത്ര അവർക്ക് വേണ്ട എന്താണ് അവർക്ക് എത്ര മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അവർക്ക് എത്ര ഇൻവെൻട്രി വേണം എന്നുള്ള ഡിമാൻഡിനനുസരിച്ചിട്ടാണ് ഈ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് അവർ ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാന്നാണ് പറയുന്നത്. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് keep contract with suppliers and collect quotation etc. at regular interval. അപ്പം നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ മെറ്റീരിയൽസും ആയിട്ടുള്ള സപ്ലയറുമായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്തിട്ട്, ഈ പർച്ചേസിങ് വിങ് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻസ് കളക്ട് ചെയ്യും. അപ്പോൾ ആ കൊട്ടേഷനകത്ത് ഏതാണോ നമുക്ക് പറ്റുന്ന കൊട്ടേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് അവർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാവും ഒരു പ്രൊജക്റ്റിൽ. The effort by this department is to purchase proper quality goods at reasonable price. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? റീസണബിൾ പ്രൈസിൽ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഈ പർച്ചേസിങ് വിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
പിന്നെന്താ, പർച്ചേസിങ് ഈസ് എ മെറ്റീരിയൽ ആക്ടിവിറ്റി ദാറ്റ് ഗോസ് ബിയോണ്ട് ദ സിമ്പിൾ ആക്ട് ഓഫ് ബൈയിങ് ആൻഡ് ഇൻക്ലൂഡ് ദ planning and policy activities covering a wide range of related and complementary activities. പർച്ചേസിങ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിനെ പർച്ചേസ് ചെയ്യുക. അപ്പം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ആണ് പറയുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റിക്വസിഷൻ എത്രയാണെന്ന്, അവരുടെ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇവർ മെറ്റീരിയൽസ് സപ്ലൈയറായിട്ട് അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് മെറ്റീരിയൽസ്, ഗുഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് റീസണബിൾ പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പർച്ചേസിങ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത്. അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പർച്ചേസിങ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ കൺട്രോൾ ആണ്. സെക്കൻഡ് വൺ പർച്ചേസിങ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ. നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ്? നോൺ പ്രൊഡക്ഷൻ മെറ്റീരിയൽസ് ലൈക്ക് ഓഫീസ് സപ്ലൈസ്, പെരിഷബിൾ ടൂൾസ് ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ് ആർ മെയിൻറ്റൈൻഡ് ആസ് പെർ നീഡ്സ് ഓഫ് ദി ബിസിനസ്. അതായത് നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്ഷൻ സ്റ്റോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ. നോൺ പ്രൊഡക്ഷൻ സ്റ്റോറിനകത്ത് വരുന്നത് എന്താ? നമ്മൾ ഓഫീസിൽ നമ്മൾ ഇതിൻ്റെ ഡിസൈനിങ് കേസിലാണ് അതിൻ്റെ ഓഫീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? നമ്മൾ സ്കെയിൽ, പെൻസിൽ, ചാർട്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വേണ്ട. അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഡയറക്റ്റ്ലി അതിനെ എഫക്റ്റ് ചെയ്യാത്ത സാധനങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്യാതെ, അതാണ് നോൺ പ്രൊഡക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്, നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ തന്നെ പെരിഷബിൾ ടൂൾസ്, നമുക്ക് ഇതിനെ എന്താണ് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിന് റിപ്പയർ ആവശ്യമായ ടൂൾസ്, പിന്നെന്താണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൂൾസ്, പിന്നെ റിപ്പയറിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്, അതിനെ റിപ്പയർ ചെയ്യാൻ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സപ്ലൈസ്, മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന സപ്ലൈസ്, അതൊക്കെയാണ് എന്ത് വരുന്നത്? നോൺ പ്രൊഡക്ഷൻ സ്റ്റോർസിൽ വരുന്നത്. അപ്പോൾ ഈ നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ അതിനിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കില്ല. അത് നമ്മൾ പെർട്ടിക്കുലർ ടൈമിൽ നമ്മളൊരു ഇത്ര എമൗണ്ട് നമ്മളവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ എന്താണ് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പിന്നെ സിമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ബ്രിക്കൊക്കെ ഓർഡർ ചെയ്യുന്ന നമ്മൾ എപ്പോഴും ഇതിങ്ങനെ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ അത് അവിടെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അത് അങ്ങനെ ഡയറക്റ്റ്ലി ഒരു പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല. അപ്പോൾ അതിപ്പോൾ തീർന്നു പോയാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. എന്നാലും നമ്മളത് സ്റ്റോറിൽ കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നീഡിനനുസരിച്ചിട്ട് എന്ത് വേണം? അതവിടെ മെയിൻറ്റെയിൻ ചെയ്യണം സ്റ്റോക്കിൽ. These stores may not be required daily, but their availability in store is essential. Non-availability of such store may lead to stoppage of work. അതായത് ഈ നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും അത് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഡെയിലി നമുക്കത് വേണമെങ്കിലും നമ്മൾ സ്റ്റോറിൽ അത് അവൈലബിൾ ആയിരിക്കണം. പിന്നെന്താണ് അതിൻ്റെ അൺഅവൈലബിലിറ്റി, നോൺ അവൈലബിലിറ്റി എന്താണ്? വർക്കിൻ്റെ സ്റ്റോപ്പേജിന് കാരണമാവും. അതായത് ഇപ്പോൾ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചോ, അത് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് വേണം? അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ റിപ്പയർ ചെയ്യണം, എന്നാലേ നമുക്ക് ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ റിപ്പയറിങ് ടൂൾസ് വേണം. അപ്പോൾ ആ ടൂൾസ് നമ്മളെ സ്റ്റോറിൽ നമ്മളെ വർക്കിൻ്റെ സ്ഥലത്ത് നമുക്കത് അവൈലബിൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വർക്ക് അവിടെ നിന്നു. അപ്പോൾ അത് എന്താവും? വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ആവശ്യമുള്ള സമയത്ത്, ഡെയിലി പക്ഷേ നമുക്കിത് ആവശ്യം വരില്ല, പക്ഷേ ആവശ്യമുള്ള സമയത്ത് നമുക്കത് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൂടി ചെക്ക് ചെയ്യണം. അതൊക്കെയാണ് അവരെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ. അതാണ് തേർഡ് ഫംഗ്ഷൻ, നോൺ പ്രൊഡക്ഷൻ സ്റ്റോർ. ഇനി അടുത്തത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? The transportation of material from suppliers is an important function of material management. The traffic department is responsible for arranging transportation service. അതായത് ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ആ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ. അവരാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ചെയ്യേണ്ടത്. അവരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള വിങ് എന്ന് പറയുന്നത് ആരാണ്? ട്രാഫിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. The vehicle may be purchased for the business or this may be chartered from outside. It all depends upon the quantity of and frequency of buying material.
അതായത് ട്രാൻസ്പോർട്ടേഷൻ വിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടുന്ന് സ്റ്റോറിൽ നിന്ന് നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ആ മെറ്റീരിയൽ വാങ്ങിക്കുന്നത് കോൺട്രാക്റ്റഡ് അവരുടെ കയ്യിൽ നിന്ന് നമുക്കത് പിന്നെ പർച്ചേസ് ചെയ്യണം. നമ്മളത് പർച്ചേസ് ചെയ്ത് നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളെ യാർഡിൽ നമ്മളെ സ്റ്റോറിലെത്തിക്കും. എന്നിട്ട് ആ സ്റ്റോറിൽ നിന്ന് വീണ്ടും നമുക്കത് ആവശ്യമുള്ള സമയത്ത് നമ്മളെ സൈറ്റിലേക്ക് എടുക്കണം. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ വിങ്ങിൻ്റെ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ ആ പ്രൊഡക്ഷൻ്റെ സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന നമ്മളെ സ്റ്റോറിലേക്ക്, ദെൻ സ്റ്റോറിൽ നിന്ന് നമ്മളെ സൈറ്റിലേക്ക്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഈ ട്രാഫിക് വിങ് എന്ന് പറയുന്ന അവരാണ് ഇത് സ്മൂത്തായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെഹിക്കിൾ ഒന്നിക്കിൽ നമുക്ക് എന്താണ് വെഹിക്കിൾ മേ ബി പർച്ചേസ്ഡ് ഫോർ ദി ബിസിനസ് ഓർ ദിസ് മേ ബി ചാർട്ടേഡ് ഫ്രം ഔട്ട്സൈഡ്. ഒന്നിക്ക് നമുക്ക് ആ വെഹിക്കിൾ ഔട്ട്സൈഡ് നമുക്കത് എന്താണ് വാടക എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിൻ്റെ സംഭവമുള്ള വെഹിക്കിൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അത് ഏത് വെഹിക്കിൾ വേണം, അതിൻ്റെ എത്ര സൈസ് കപ്പാസിറ്റിയുള്ള വെഹിക്കിൾ വേണമെന്നുള്ളത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര എമൗണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്, ബൈ ചെയ്യുന്നത് എത്ര എമൗണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് അത് നമ്മൾ സെലക്ട് ചെയ്യാം. ദിസ് പർപ്പസ് ഈസ് ടു അറേഞ്ച് ചീപ്പ് ആൻഡ് ക്വിക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഫോർ ഇൻകമ്മിങ് മെറ്റീരിയൽസിന് ക്വിക്ക് ആൻഡ് ചീപ്പ് ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് സ്മൂത്ത്ലി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക, ചീപ്പ് ആൻഡ് ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഫോർ ഇൻകമ്മിങ് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക എന്നാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ വിങ്ങിൻ്റെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫങ്ഷനാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. It concerned with the movement of material within a manufacturing establishment and the cost of handling material is kept under control. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ വിത്തിൻ ദ മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഈ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റിനാണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കോസ്റ്റ്, സ്റ്റോർ ചെയ്യുന്ന കോസ്റ്റ്, അതൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ സീൻ ദാറ്റ് ദർ ആർ no wastage or loss of material during their movement. Special equipment may be acquired for material handling. Material handling എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് ഇല്ലാതെ, അല്ലെ ലോസ് ഓഫ് മെറ്റീരിയൽസ് റെഡ്യൂസ് ചെയ്യുക. ലെസ് ലോസ് ഓഫ് മെറ്റീരിയൽ, ലെസ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, നോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, അല്ലെ ലോസ് എന്നാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡ്യൂറിങ് ദർ മൂവ്മെൻറ്റ്, മെറ്റീരിയൽ മൂവ്മെൻറ്റിൻ്റെ സമയത്ത്. അതാണ് അതിൻ്റെ മെയിൻ എയിം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. അതാണ് മെയിൻ ഫങ്ഷൻ, ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവിങ്. അതാണ് ലാസ്റ്റ് ഫങ്ഷൻ. റിസീവിംഗ് എന്ന് വെച്ചാൽ എന്താ, റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അൺലോഡിംഗ് ഓഫ് മെറ്റീരിയൽസ്, counting of units, determining their quality and sending them to stores etc. അതായത് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോറിലേക്ക് അൺലോഡ് ചെയ്യിക്കുക, സ്റ്റോറിൽ കീപ്പ് ചെയ്യാം, അത് അൺലോഡ് ചെയ്യിക്കുക. അതുപോലെ തന്നെ അത് എത്രയുണ്ടെന്നുള്ള യൂണിറ്റ് എത്രയുണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, എന്നിട്ടത് സ്റ്റോറിലേക്ക് കീപ്പ് ചെയ്യുക, സ്റ്റോറിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ റിസീവിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഓൾസോ ഇൻഫോംഡ് അബൌട്ട് ദ റെസിപ്റ്റ് ഓഫ് വേരിയസ് മെറ്റീരിയൽ. പിന്നെ എന്താ വേണ്ടത്, വേരിയസ് മെറ്റീരിയൽസിൻ്റെ എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറണം. അത് നോക്കിയിട്ട് അവർ എത്ര യൂണിറ്റ് ഉണ്ട്, എത്രയാണ് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതും അതുപോലെ തന്നെ അൺലോഡിങ് പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ഈ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്
ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽ മാനേജ്, അതായത് ഇപ്പോൾ നമ്മൾ കുറേ ഫങ്ഷൻസ് പറഞ്ഞല്ലോ. മെറ്റീരിയൽ കൺട്രോൾ പറഞ്ഞു, പിന്നെ പ്രൊഡക്ഷൻ എന്താണ് പർച്ചേസിങ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിങ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ റിസീവിങ്, അങ്ങനെ കുറേ ഫങ്ഷൻസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് പ്ലാൻ ചെയ്യാൻ ഇത്രയും ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് കുറേ വിങ് വേണം, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് വേണം. അപ്പോൾ അതിന് ആ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ എന്താണെന്നാണ് പറയുന്നത്. ടു ഫെസിലിറ്റേറ്റ് പ്ലാനിങ്, ഡയറക്ഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു മെറ്റീരിയൽ ഇൻ ആൻ എൻ്റർപ്രൈസ് ദർ ഷുഡ് ബി എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അതായത് ഒരു എൻ്റർപ്രൈസിലെ മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് പ്ലാനിങ്ങിനും ഡയറക്ഷനും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻവെൻട്രി കൺട്രോൾ മാനേജർ. അതായത് ഇൻവെൻട്രീസിൻ്റെ സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് എത്ര വേണമെന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻവെൻട്രി കൺട്രോൾ മാനേജർ വേണം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ പർച്ചേസിങ് കൺട്രോൾ, എത്ര എമൗണ്ട് പർച്ചേസ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പർച്ചേസിങ് കൺട്രോൾ മാനേജർ വേണം. പിന്നെ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത് എന്താ, സ്മൂത്ത്ലി അതിന് ട്രാൻസ്പോർട്ടേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള അവർ നേരത്തെ പറഞ്ഞല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. പിന്നെ ലാസ്റ്റ് വൺ പ്രൊഡക്ഷൻ കൺട്രോൾ മാനേജർ. പ്രൊഡക്ഷൻ എത്ര അതായത് നമ്മൾ എന്താണ് ആ പ്രൊജക്റ്റിൻ്റെ പ്രൊഡക്ഷൻ വർക്കിൽ അതിൻ്റെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന മാനേജറാണ്. അങ്ങനെ അതൊക്കെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ.